smashed him down the ground. What a player. What a wonderful player. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം മഞ്ഞക്കടൽ പോലെ ഇരമ്പുന്ന ആരാധകർ. പക്ഷേ ടോസ് ഇടാൻ വരുന്നത് ആ 7-ാം നമ്പർ ജേഴ്സിക്കാരനല്ല. ആ കാഴ്ച കാണുമ്പോൾ തന്നെ ചെന്നൈ ആരാധകരുടെ ഉള്ളിൽ ഒരു ചെറിയ നീറ്റലുണ്ട്. MS ധോണി എന്ന നായകൻ പടിയിറങ്ങുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന സാമ്രാജ്യം പതറുകയാണോ? ഈ ചോദ്യം ഇന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിലുണ്ട്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ധോണി വെറുമൊരു ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല. തകർച്ചയുടെ വക്കിൽ നിന്ന് കളിക്കാരെ ലോകോത്തര താരങ്ങളാക്കി മാറ്റുന്ന ഒരു മാന്ത്രികനായിരുന്നു അദ്ദേഹം. അജിങ്ക്യ രഹാനെയും ശിവൻ ദൂബെയും മുസ്തഫിസൂറുമെല്ലാം ധോണിയുടെ തണലിൽ പിരിഞ്ഞവരാണ്. എന്നാൽ ആ തണൽ മാറുമ്പോൾ സമ്മർദ്ദഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പുതിയ നായകന്മാർക്ക് സാധിക്കുന്നുണ്ടോ? ധോണിയുടെ ക്യാപ്റ്റൻസി എന്നാൽ മൈതാനത്തെ ഒരു ചെസ് കളി പോലെയാണ്. വിക്കറ്റിന് പിന്നിൽ നിന്ന് അദ്ദേഹം നടത്തുന്ന ഓരോ ഫീൽഡ് മാറ്റവും ഓരോ ബോളിംഗ് മാറ്റവും മത്സരത്തിൻ്റെ ഗതി മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദ് എന്ന യുവതാരം കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ധോണിയുടെ ആ സിക്സ്ത് സെൻസ് ടീമിന് നഷ്ടമായത് പ്രകടമാണ്. വിക്കറ്റുകൾ വീഴാതെ നിൽക്കുമ്പോഴോ റൺസ് വിട്ടുകൊടുക്കുമ്പോഴോ ധോണി പുലർത്തിയിരുന്ന ആ ശാന്തത ഇന്ന് CSKയിൽ പലപ്പോഴും കാണാനില്ല. ധോണി ഇപ്പോഴും ടീമിലുണ്ട്. പഴയതുപോലെ മത്സരങ്ങൾ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാനുള്ള ശാരീരിക ക്ഷമത കാലം ധോണിയിൽ നിന്ന് കവർന്നെടുത്തിരുന്നു. പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ താഴെ ഇറങ്ങുന്ന ധോണിക്ക് പരിമിതമായ പന്തുകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. മുൻനിര തകരുമ്പോൾ ടീമിനെ തോളിലേറ്റാൻ ധോണി എന്ന പഴയ ഫിനിഷർ നായകസ്ഥാനത്തില്ലാത്തത് തന്നെ ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നു. CSK എന്ന ഒരു ടീം ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് കടന്നുപോകുന്നത്. ജഡേജയ്ക്ക് നായകസ്ഥാനം നൽകി പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാം. ഗെയ്ക്വാദിന് കീഴിൽ ടീം പൊരുതുന്നു എങ്കിലും ധോണി പൂർണ്ണമായും ക്രീസ് വിട്ടുപോകുന്ന ദിവസം CSKയുടെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങും. ധോണിയില്ലാത്ത CSK എന്നാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാകുമോ എന്നതാണ് ആരാധകരുടെ ഇപ്പോഴത്തെ പേടി. CSKയിലെ ബൗളർമാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല, മഹിബായി പറയുന്നത് പോലെ പന്തെറിഞ്ഞാൽ മതിയെന്ന്. 14-ാം ഓവറിൽ ആരെ കൊണ്ടുവരണം, എവിടെ ഫീൽഡറെ നിർത്തണം എന്ന കാര്യത്തിൽ ധോണിക്കുള്ള കൃത്യത ഒരു ബൗളർക്കും സമ്മർദ്ദം നൽകാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മൈതാനത്ത് ബൗളർമാർ തല്ലുവാങ്ങുമ്പോൾ അവരെ ചേർത്തുപിടിച്ച് ആത്മവിശ്വാസം നൽകാൻ ആ പഴയ റിമോട്ട് കൺട്രോൾ ക്യാപ്റ്റൻ വിക്കറ്റിന് പിന്നിലില്ല. ഋതുരാജ് ഗെയ്ക്വാദ് നല്ലൊരു താരമാണ്. പക്ഷേ ധോണിയെപ്പോലെ ബൗളർമാരുടെ മനസ്സ് വായിക്കാൻ അദ്ദേഹത്തിന് ഇനിയും സമയമെടുക്കും. ക്രിക്കറ്റ് എന്നത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് മാറിമറിയുന്ന കളിയാണ്. ഒരു DRS എടുക്കുന്ന കാര്യത്തിലായാലും ഒരു ബോളിംഗ് ചേഞ്ചിൻ്റെ കാര്യത്തിലായാലും ധോണി റിവ്യൂ സിസ്റ്റം പോലെ പിഴയ്ക്കാത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് ടീം ബുദ്ധിമുട്ടുന്നു. പല മത്സരങ്ങളിലും CSKയ്ക്ക് നിർണായക വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് കൃത്യമായ സമയത്ത് റിവ്യൂ എടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനാവശ്യമായി റിവ്യൂ പാഴാക്കുന്നത് കൊണ്ടോ ആണ്. ഇത് നായകസ്ഥാനത്തെ ആ പരിചയസമ്പത്തിൻ്റെ കുറവ് തന്നെയാണ് കാണിക്കുന്നത്. ധോണിയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു പരാജയപ്പെടുന്ന കളിക്കാരെ പോലും വിശ്വസിച്ച് ടീമിൽ നിലനിർത്തുക എന്നത്. ഷെയ്ൻ വാട്സണെയും അമ്പാട്ടി റായിഡുവിനെയും പോലെയുള്ള താരങ്ങൾ ഫോം ഔട്ടായിട്ടും ധോണി അവർക്ക് നൽകിയ പിന്തുണയാണ് പിന്നീട് അവരെ മാച്ച് വിന്നർമാരാക്കിയിരുന്നത്. എന്നാൽ പുതിയ മാനേജ്മെൻറ്റിനും നായകനും ആ റിസ്ക് എടുക്കാൻ ഇന്ന് പേടിയാണ്. ഓരോ കളി തോക്കുമ്പോഴും ടീമിൽ മാറ്റങ്ങൾ വരുത്തുന്നത് CSKയുടെ സ്ഥിരതയെ ബാധിക്കുന്നുണ്ട്. ആ പഴയ സ്റ്റേബിൾ ടീം എന്ന പേര് CSKയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം എന്നും CSKയുടെ കോട്ടയായിരുന്നു. അവിടെ വന്ന് ചെന്നൈയെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ടീമിനും അസാധ്യമായ കാര്യമായിരുന്നു. ധോണിയുടെ സ്പിൻ തന്ത്രങ്ങളായിരുന്നു ആ കോട്ടയെ എന്നും സംരക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിൽ പല ടീമുകളും ചെന്നൈയിൽ വന്ന് CSKയെ തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഹോം ഗ്രൗണ്ടിലെ ആ ആധിപത്യം നഷ്ടപ്പെടുത്തുന്നത് ആരാധകരെ ശരിക്കും ആശങ്കയിലാക്കുന്നുണ്ട്. ധോണി ഒരു നായകനായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഭയം ഇന്ന് എതിരാളികൾക്കില്ല. CSK എന്നത് വെറും ഒരു ടീമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ നെടുംതൂണായിരുന്നു MS ധോണി. അദ്ദേഹം പടിയിറങ്ങുമ്പോൾ CSK നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. പുതിയൊരു നായകനെ വളർത്തിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പ്രത്യേകിച്ചും ധോണിയെപ്പോലെ ഒരാളുടെ പിൻഗാമിയാവുക എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്മർദ്ദമുള്ള ജോലിയാണ്. വിജയങ്ങളും പരാജയങ്ങളും എല്ലാ ടീമുകൾക്കും ഉണ്ടാകും. പക്ഷേ CSKയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് ആ തല ഫാക്ടറായിരുന്നു. ധോണിയുടെ യുഗം അവസാനിക്കുമ്പോൾ CSK വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ? അതോ ധോണിയില്ലാത്ത ചെന്നൈ വെറുമൊരു ശരാശരി ടീമായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.